ഹായ്, നമസ്കാരമുണ്ട്. ഇത് താമി കുരുക്കഴിച്ച മാതാവിൻ്റെ പെരുന്നാളാണ്. 26/10/2025 പെരുന്നാൾ നാളെയാണ്, ഞായറാഴ്ച. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം പ്രദക്ഷിണം ഉണ്ടായിരിക്കും. പ്രദക്ഷിണത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ പകർത്തി എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ പ്രദക്ഷിണം ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ പ്രദക്ഷിണം ഇറങ്ങി തുടങ്ങി. ദൈവിക സൗരഭ്യസാര പൂർണ്ണറോസാ പുഷ്പമേ, ആഭവ പ്രൗഢി പെരുത്ത സ്വർഗീയ മന്നവതിക്കും വാഗ്ദാന പേടകമേ.
മാതൃത്വത്തോടൊപ്പം മക്കളുടെ കുരുത്തക്കളികളെ പഠിപ്പിക്കുന്ന ഒരു സ്വർഗീയ അമ്മ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ കുരുക്കുകളും അഴിച്ച് സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിവുള്ള അമ്മയുടെ കരങ്ങൾ നിങ്ങളെ മോചിപ്പിച്ച് ഇത് കുരുക്കഴിച്ച മാതാവിൻ്റെ കുരിശടിയിൽ ഒരു നേർച്ചയാണ്. ഈ നേർച്ച രത്തിൽ വിശ്വാസത്തിൻ്റെ ആണ് ഈ വിളക്ക് ഒഴുക്കി വിടുന്നത്. ഇതെല്ലാവരും ഇവിടെ വന്ന് നേർച്ച വിളക്കെടുത്ത് ഇതിനകത്ത് ഒഴുക്കും. അതാണ് ഈ കാണുന്നത്. ഇതാണ് കുരുക്കഴിച്ച മാതാവ്. മാതാവിൻ്റെ രൂപമാണ്. കണ്ടോ, ഓരോരുത്തർ ഒഴുക്കുന്നുണ്ട്. ഓരോരോ നേർച്ചകൾ അവർ സാധിച്ചുകൊണ്ടിരിക്കുന്നു. വിളിച്ചാൽ വിളിപ്പുറത്താണ് കുരുക്കഴിച്ച മാതാവ്. എല്ലാ വിശ്വാസികളും ഇവിടെ വന്ന് ഈ വിളക്ക് ഒഴുക്കുന്നതാണ് ഈ കാണുന്നത്. കുരിശടിയുടെ തൊട്ട് ബാക്കിലാണ് ഈ സംഭവം. ആണ് വിളക്ക് റെഡിയാക്കി കൊടുക്കുന്നത്. ഇവിടെ ഇത് വിളക്ക് റെഡിയാക്കി ഇവർ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും. എത്ര രൂപ ഒരു വിളക്ക്? 30 രൂപയ്ക്ക് ഒരു വിളക്ക് ഇവരിവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഈ കുളത്തിൽ ഒഴുക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രദക്ഷിണം അങ്ങോട്ട് പോയിരിക്കുന്നു. മാതാവിൻ്റെ അടുക്കെ ഏത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു വിളക്കെടുത്ത് വെച്ചാൽ അതിൻ്റെ പുണ്യം എല്ലാവർക്കും ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഈ ചേച്ചി ഇരുന്ന് വിളക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിളക്ക് എന്ന് വെച്ചാൽ ഇത് ഒരാൾ ഉപയോഗിച്ചിരുന്ന അത് നമ്മൾ മാറ്റിക്കൊണ്ട് അത് വൃത്തിയാക്കി പിന്നെ ഒന്നേന്ന് പറഞ്ഞാണ് വേറെ വിളക്കാണ് അവർ വൃത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി ഇത് ഈ വിളക്ക് നമ്മൾ വിളക്ക് ഇത് നേർച്ച ചെയ്യുമ്പോഴത്തേന് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്? നമ്മുടെ വിശ്വാസമാണ് ഈ 3 വിളക്ക് ഒരു പാത്രത്തിൽ വെച്ച് 3 വിളക്ക് ഒരുക്കുന്നത് നമ്മളെ നിയോഗങ്ങൾ 3 നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്നിനും നമുക്ക് ഭവനമില്ല, മക്കളെ കെട്ടിക്കാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ അമ്മയെ 3 വട്ടം വലം ചുറ്റിയിട്ട് ഈ നിയോഗ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഫലമാണ്. നമുക്ക് 7 പ്രാവശ്യം വെക്കാം, അല്ലെങ്കിൽ 9 പ്രാവശ്യം, 15 പ്രാവശ്യം, 11 വെക്കാം. അങ്ങനെയൊക്കെ പല ഇതിലായിട്ട് നമുക്ക് വെക്കാം. 3 പ്രാവശ്യം വെക്കാം. അങ്ങനെ ഓരോരുത്തരും സാധിച്ച് ഒത്തിരി പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടുന്നു. അങ്ങനെ ഒത്തിരി UK വരെ സാക്ഷ്യങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒത്തിരി കുടുംബങ്ങളും ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർ വന്ന് ഇവിടെ ഓരോ സംഭാവനകൾ ചെയ്യുകയും നേർച്ചകൾ നേർന്ന് വീണ്ടും തിരികെ പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ട് മാതാവിനെ കൊണ്ട് എല്ലാവർക്കും നല്ല നല്ല പുണ്യ എല്ലാം കൃപകളെല്ലാം കിട്ടുന്നുണ്ട്. ഇവരെല്ലാവരും
ഇതെല്ലാം ഒരുക്കി വൃത്തിയാക്കി ആളുകൾക്ക് നേർച്ചയായിട്ട് വിളക്ക് കൊടുക്കുന്നു. ഇവിടെ എല്ലാവരും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ ജോലി ഓരോരുത്തർ ചെയ്യുകയാണ്. ഒരാളുടെ പ്രാർത്ഥനയാണ്. വിളക്കെടുത്ത് 3 റൗണ്ട് മാതാവിൻ്റെ 3 റൗണ്ട് വലം വെച്ചിട്ട് നേരെ നമ്മൾ മാതാവിൻ്റെ കുരിശടിയുടെ തൊട്ട് ബാക്കിലൊരു കുളമുണ്ട്. ആ കുളത്തിൽ നമ്മൾ ഒഴുക്കുന്നതായിരിക്കും. ഇപ്പം ഇതിപ്പം പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ നേരെ കുളത്തിലോട്ട് പോകും. കുളത്തിൽ കൊണ്ട് അവിടെ ഒതുക്കും. എന്ത് ഭംഗിയാന്ന് നോക്കേ, വിളക്കെല്ലാം ഇവിടെ കത്തി കിടക്കുന്നുണ്ട. ഓരോരുത്തരെ പ്രാർത്ഥനയാണ് ഈ വിളക്ക്. പ്രാർത്ഥിച്ച് അവരവരെ കാര്യങ്ങൾ സാധിക്കാനും വേണ്ടി എടുക്കുന്ന ഒരു വിളക്കാണിത്. ഇതാണ് കുരുക്കഴിച്ച മാതാവ്. അനേകം വിശ്വാസികൾ ഇവിടെ വന്ന് ഈ വിളക്ക് മാതാവിൻ്റെ 3 റൗണ്ട് വലം വെച്ചതിന് ശേഷം ഇവിടെ കൊണ്ട് ഒഴുക്കും. ഒഴുക്കിയിട്ടാണ് ഇവർ പോകുന്നത്. എല്ലാ വിശ്വാസികൾ ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ പ്രദക്ഷിണം ഇറങ്ങിപ്പോയോണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആളായിരുന്നു. പ്രദക്ഷിണം ഇപ്പോൾ കുരിശിൻ്റെ ചുവട് വരെ പോയി തിരിച്ചു വരുന്നതായിരിക്കും. അല്ലാതെ എന്റെ വണ്ടി കൂടി അമ്മേ